ഭാരത ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും ഭയാനകമായ യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. അഖണ്ഡ ഭാരതദേശങ്ങൾ ഒന്നിച്ചണിനിരുന്ന ഈ യുദ്ധത്തെ മഹാഭാരത യുദ്ധം എന്ന് ചരിത്രം വിശേഷിപ്പിച്ചു. ഭാരതത്തിന്റെ നാനാകോണുകളിൽ നിന്നുമുള്ള ചെറുതും വലുതുമായ രാജാക്കന്മാർ യുദ്ധകാഹളമുഴക്കിയ കൗരവ സേനയിലും പാണ്ഡവ സേനയിലുമായി ചേർന്ന് യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ധാരാളം അസ്ത്രശസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ദിവ്യായുധങ്ങളെപ്പറ്റിയും മഹാഭാരതത്തിൽ പറയുന്നു. ഇവയിൽ പാണ്ഡവ നായകനായ അർജുനൻ ഉപയോഗിച്ച ഗാണ്ഡീവ ധനുസ്സ് മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ശക്തിയേറിയതുമായ ദിവ്യായുധമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലുൾപ്പെടെ ധാരാളം യുദ്ധങ്ങളിൽ അർജുനൻ ഈ ദിവ്യധനുസ്സ് ഉപയോഗിച്ച് വിജയം കരസ്ഥമാക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്രകാരം അതീവ ശക്തിയുള്ള ഈ ധനുസിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഏവർക്കും ഏൻഷ്യൻ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബ്രഹ്മാവിനാൽ നിർമ്മിതമായ ധനുസ്സാണ് ഗാണ്ഡീവം. ഏകദേശം 1,00,000 പേരോട് എതിർക്കാൻ തക്ക ശക്തി ഈ ധനുസ്സിനുണ്ടെന്ന് പറയപ്പെടുന്നു. ദേവലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും കാഠിന്യമേറിയതുമായ ഒരു ദിവ്യവൃക്ഷമായ ഗാണ്ഡി എന്നതിൽ നിന്നുമാണ് ഈ ധനുസ്സ് നിർമ്മിച്ചിരിക്കുന്നത്. പരമശിവൻ ഉൾപ്പെടെ നിരവധി ദേവന്മാർ ബ്രഹ്മാവിൽ നിന്നും ഈ ധനുസ്സ് സ്വീകരിച്ച് ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിച്ച ഗാണ്ഡീവം 1000 വർഷങ്ങളോളം അദ്ദേഹം സൂക്ഷിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രനായ പ്രജാപതിക്ക് നൽകി. അദ്ദേഹം 1000 വർഷത്തോളം സൂക്ഷിച്ചു. പിന്നീട് ദേവരാജനായ ദേവേന്ദ്രന് നൽകി. അദ്ദേഹം 3585 വർഷം ഉപയോഗിച്ച് ചന്ദ്രദേവന് നൽകി. അദ്ദേഹം 500 വർഷത്തോളം ഉപയോഗിച്ച് വരുണന് നൽകുന്നു. വരുണൻ 100 വർഷത്തോളം ഉപയോഗിച്ചു. ദ്വാപരയുഗത്തിൽ കാണ്ഡവ ദഹനത്തിനായി അഗ്നി നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാരെ സമീപിച്ചു. ശ്രീകൃഷ്ണൻ ഈ ദൗത്യം അർജുനനെ ഏൽപ്പിച്ചു. പക്ഷേ കാണ്ഡവ ദഹനം അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു. അവിടെ വസിച്ചിരുന്ന നാഗശ്രേഷ്ഠരെ സംരക്ഷിക്കുക എന്നത് ദേവേന്ദ്രന്റെ ചുമതലയായിരുന്നു. അഗ്നിയോട് തീരുമാനമറിഞ്ഞ ദേവേന്ദ്രൻ മഴ പെയ്ച്ച് അഗ്നിയെ ശമിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇപ്രകാരം ദേവകളോട് എതിർക്കാൻ തക്ക ദിവ്യായുധങ്ങളില്ലാതിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ അഗ്നിയോട് ആവശ്യപ്പെട്ട് വരുണനിൽ നിന്നും 4 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥവും ദേവദത്തം എന്ന എതിരാളികളുടെ കർണത്തെ ഭേദിക്കുന്ന ശബ്ദമുഴക്കുന്ന ശംഖും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സുവർണ ശോഭയോടെ തിളങ്ങുന്ന ഗാണ്ഡീവ ധനുസ്സും അഗ്നിദേവൻ വരുണനോടാവശ്യപ്പെട്ട് അർജുനനായി നൽകി. 2 ധനുസ്സുകൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന തരത്തിലുള്ള ഗാണ്ഡീവ ധനുസ്സ് അത്യധികം ഭാരമേറിയതാണ്. ശ്രേഷ്ഠരായ യോദ്ധാക്കൾക്കു മാത്രം ഉയർത്തുവാൻ സാധിക്കുന്ന ധനുസ്സാണ് ഗാണ്ഡീവം. 108 ഞാണുകളോടുകൂടിയ ഈ ധനുസ്സിന്റെ ശബ്ദം എതിരാളികളുടെ ഹൃദയത്തെ തന്നെ ഭേദിച്ചിരുന്നു. സുവർണ ശോഭയോടെ തിളങ്ങുന്ന ഈ ധനുസ്സിന്റെ ദിവ്യ കിരണങ്ങളേറ്റ് പലപ്പോഴും എതിരാളികൾക്ക് തങ്ങളുടെ കണ്ണുകൾ അർജുനന് നേർക്ക് ലക്ഷ്യം വെക്കാൻ സാധ്യമായിരുന്നില്ല. ദിവ്യാസ്ത്രങ്ങൾ മാത്രമല്ലാതെ സാധാ ശരങ്ങൾ ഗാണ്ഡീവ ചാപത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ ശരങ്ങൾ 10 മടങ്ങ് ശക്തിയുള്ളതായി മാറുമെന്നും പറയപ്പെടുന്നു. ധനുർവിദ്യയിൽ കേമനായിരുന്ന അർജുനന് ഈ ദിവ്യായുധം കരസ്ഥമായപ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തിശാലിയായി മാറി. കാണ്ഡവ ദഹന സമയത്ത് സ്വപിതാവായ ഇന്ദ്രനെയും മറ്റു ദേവകളെയും തോൽപ്പിച്ച് കാണ്ഡവവനം അഗ്നിക്കിരയാക്കി. അതിനിടയിൽ അർജുനനോട് എതിർക്കാൻ വന്ന യക്ഷ നാഗ രാക്ഷസന്മാർക്ക് നേരെ അർജുനൻ ഗാണ്ഡീവ ധനുസ്സിലെ ശരങ്ങളയച്ച് അവരെ പരാജിതരാക്കി. തുടർന്ന് നടന്ന വിരാട യുദ്ധം, ഗാന്ധർവ യുദ്ധം എന്നിങ്ങനെ ചെറുതും വലുതുമായ പല യുദ്ധങ്ങളിലും ഗാണ്ഡീവം ഉപയോഗിച്ച് അർജുനൻ വിജയം കരസ്ഥമാക്കുന്നു. ദേവന്മാർക്ക് പോലും വധിക്കാൻ സാധിക്കാത്ത 30 ദശലക്ഷം പോരുന്ന നിവാത കവചന്മാരെ അർജുനൻ ഗാണ്ഡീവത്താൽ കാലപുരിക്കയച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉൾപ്പെടെ പല വീരമഹായോദ്ധാക്കളെയും ഗാണ്ഡീവ ധനുസ്സിനാൽ അർജുനൻ വധിക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തോടെ നാരായണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുന്നു. ഈ വിവരമറിഞ്ഞ അർജുനൻ ദ്വാരകയിലെത്തി. നാരായണാവതാരമായ ശ്രീകൃഷ്ണന്റെ അഭാവത്തിൽ നരഋഷിയുടെ അവതാരമായ അർജുനന്റെ ദിവ്യമായ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഗാണ്ഡീവ ധനുസ് എന്നത് അത്രത്തോളം ശ്രേഷ്ഠനും ധീരനും അതീവ ബലശാലിയുമായ ഒരുവന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്രകാരമുള്ള ആ ധനുസിന്റെ ഞാണുകൾ ബന്ധിക്കുവാൻ പോലും അർജുനനെ കൊണ്ട് ഒരു സാഹചര്യത്തിൽ പറ്റാതെ വരുന്നു. ശ്രീകൃഷ്ണന്റെ അഭാവത്തിൽ പാണ്ഡവരുടെ കാലം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ പഞ്ചപാണ്ഡവർ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വച്ച് അർജുനൻ തന്റെ ദിവ്യായുധമായ ഗാണ്ഡീവ ധനുസ്സും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വരുണന് സമർപ്പിച്ചുവെന്ന് മഹാഭാരതത്തിൽ പറയപ്പെടുന്നു.